സ്വാഗതം. നമ്മളിങ്ങനെ ഒരു കടങ്കഥയിലോ അല്ലെങ്കിൽ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു പ്രശ്നത്തിലോ ഒക്കെ തലപുകഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിനുള്ളിൽ ശരിക്കും എന്താണ് നടക്കുന്നത്? നിങ്ങൾ തന്ന MA സൈക്കോളജി മെറ്റീരിയൽ ബ്ലോക്ക് 4 യൂണിറ്റ് 3 അത് ഇതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. പ്രശ്നപരിഹാരത്തിന്റെ സൈദ്ധാന്തിക സമീപനങ്ങൾ. എങ്ങനെയാണ് സൈക്കോളജിസ്റ്റുകൾ ഇതിനെ വിശദീകരിക്കുന്നത്? പ്രത്യേകിച്ച് ഒരു മോഡൽ പോലെ എങ്ങനെ കാണുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. ശരിയാണ്. ഒരുപാട് സിദ്ധാന്തങ്ങളുണ്ട്. ഗസ്റ്റാൾ സൈക്കോളജിസ്റ്റുകളുടെ പഴയകാല ചിന്തകൾ മുതൽ പിന്നെ കമ്പ്യൂട്ടർ യുഗം കൊണ്ടുവന്ന പുതിയ കാഴ്ചപ്പാടുകൾ വരെ. അതെ, ഗസ്റ്റാൾട്ട് പറഞ്ഞ ഉൾക്കാഴ്ച അല്ലെങ്കിൽ ഇൻസൈറ്റ്, അതുപോലെ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് സമീപനം മുന്നോട്ടുവെച്ച ചിട്ടയായ വിശകലനങ്ങൾ, ഇവയൊക്കെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോ നമുക്ക് തുടങ്ങാം. ആദ്യത്തെ പ്രധാന ചിന്താധാര അത് ഗസ്റ്റാൾ സൈക്കോളജിസ്റ്റുകളുടേതാണല്ലോ. അവരെങ്ങനെയാണ് ഈ പ്രശ്നപരിഹാരത്തെ സമീപിച്ചത്? ആ കോഹ്ലറുടെ ചിമ്പാൻസികളുടെ കാര്യമൊക്കെ ഓർമ്മയുണ്ടാവുമല്ലോ അല്ലേ? തീർച്ചയായും. ഗസ്റ്റാൾട്ട് സമീപനം അന്നത്തെ അസോസിയേറ്റീവ് ലേണിംഗ് തിയറികളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിരുന്നു. അവര് പറഞ്ഞത് പ്രശ്നപരിഹാരം എന്നത് പഴയ കാര്യങ്ങൾ ഓർത്ത് കൂട്ടിച്ചേർക്കൽ മാത്രമല്ല, മറിച്ച് പ്രശ്നത്തിന്റെ ആ ഒരു മൊത്തത്തിലുള്ള ഘടന അത് മനസ്സിലാക്കി അതിനെ പുതിയ രീതിയിലൊന്ന് പുനഃസംഘടിപ്പിക്കലാണ് റീസ്ട്രക്ചറിംഗ് എന്ന് പറയും. ആഹാ മൊമെന്റ് പോലെ. അതെ. കോഹ്ലറുടെ ചിമ്പാൻസികൾക്ക് പെട്ടെന്ന് വടി ഉപയോഗിച്ച് പഴം തട്ടിയിടാൻ തോന്നുന്ന ആ നിമിഷം, അതാണ് ഉൾക്കാഴ്ച അല്ലെങ്കിൽ ഇൻസൈറ്റ്. പ്രശ്നത്തെ മൊത്തത്തിൽ കാണുക, അതിന്റെ കെട്ടുപാടുകൾ പൊട്ടിച്ച് പുതിയൊരു രൂപത്തിൽ കാണുക, അതാണ് പ്രധാനം. ശരിയാണ്. ഈ 9 ഡോട്ടുകൾ വരകൊണ്ട് ബന്ധിപ്പിക്കുന്ന പസിൽ, അതും ഓർമ്മ വരുന്നു. അതിൽ നമ്മൾ സാധാരണ ചിന്തിക്കുന്ന ആ ഒരു ചട്ടക്കൂടിന് പുറത്ത് കടക്കണമല്ലോ. അതെ. അവർ പറഞ്ഞ പ്രൊഡക്റ്റീവ് തിങ്കിങ്ങും റീപ്രൊഡക്റ്റീവ് തിങ്കിങ്ങും തമ്മിലുള്ള വ്യത്യാസം അതാണോ? പഴയ വഴികൾ ഉപയോഗിക്കുന്നതും പുതിയവ കണ്ടെത്തുന്നതും. അതുതന്നെ. റീപ്രൊഡക്റ്റീവ് തിങ്കിങ് എന്ന് വെച്ചാൽ നമ്മൾ മുൻപ് പഠിച്ച പരിചയമുള്ള വഴികൾ അതുപോലെ ഉപയോഗിക്കുക. പക്ഷെ പ്രൊഡക്റ്റീവ് തിങ്കിങ് അങ്ങനെയല്ല. അത് പ്രശ്നത്തിന്റെ ഘടന മനസ്സിലാക്കി പുതിയൊരു വഴി, പുതിയൊരു പരിഹാരം കണ്ടെത്തലാണ്. ഗസ്റ്റാൾട്ട് കൂടുതൽ ഊന്നൽ നൽകിയത് ഈ പ്രൊഡക്റ്റീവ് തിങ്കിങ്ങിനാണ്. ഓക്കെ. അപ്പോൾ ഗസ്റ്റാൾട്ട് ഈ ഉൾക്കാഴ്ചയുടെ കാര്യം പറഞ്ഞു. പക്ഷേ എല്ലാ പ്രശ്നങ്ങളും ഇങ്ങനെ ഒറ്റയടിക്ക് ഒരു ആഹാ മൊമെന്റിൽ തീരുമോ? ചില പ്രശ്നങ്ങൾക്ക് കൂടുതൽ ഒരു ചിട്ടയായ സമീപനം വേണ്ടേ? വേണം, തീർച്ചയായും. എല്ലാ പ്രശ്നങ്ങളും ഒരുപോലെയല്ലല്ലോ. അവിടെയാണ് മിക്കവാറും കമ്പ്യൂട്ടർ സയൻസിന്റെ വരവോടെ ഒരു പുതിയ ചിന്ത വരുന്നത്, അല്ലേ? ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് സമീപനം. അതെങ്ങനെയാണ് ഈ പ്രശ്നപരിഹാരത്തെ ഒരു തരം മോഡലായിട്ട് കാണുന്നത്? ശരിയാണ്. കമ്പ്യൂട്ടറുകൾ വന്നതോടെ മനുഷ്യന്റെ ചിന്തയെയും വിവരങ്ങൾ പ്രോസസ് ചെയ്യുന്ന ഒരു സിസ്റ്റം പോലെ കാണാൻ തുടങ്ങി. ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് സമീപനം പ്രശ്നപരിഹാരത്തെ കാണുന്നത് ഒരു ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ടാസ്ക് ആയിട്ടാണ്. ഇവിടെയാണ് പ്രശ്നപരിഹാരത്തെ ഒരു മോഡലായി കാണുന്ന ആശയം വരുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരാശയമാണ് ന്യൂവെൽ, ഷോ, സൈമൺ എന്നിവരുടെ പ്രോബ്ലം സ്പേസ് ഹൈപ്പോത്തസിസ്. പ്രോബ്ലം സ്പേസ് ഹൈപ്പോത്തസിസ് അതെങ്ങനെയാണ് ഒരു മോഡലാകുന്നത്? ഒന്ന് വിശദമാക്കാമോ? പറയാം. ഏതൊരു പ്രശ്നത്തിനും ഒരു തുടക്കവുമുണ്ടാവും. അതിനെ നമ്മൾ ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയും. പിന്നെ ഒരു ലക്ഷ്യവുമുണ്ടാവും, ഗോൾ സ്റ്റേറ്റ്. ഓക്കെ. ഈ തുടക്കത്തിൽ നിന്ന് ലക്ഷ്യത്തിലേക്ക് എത്താൻ ഒരുപാട് വഴികളുണ്ടാവാം. പല ഇടനില അവസ്ഥകളിലൂടെയാവും നമ്മൾ പോവുക. ഒരു അവസ്ഥയിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറാൻ നമ്മൾ ചില പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നീക്കങ്ങൾ നടത്തുമല്ലോ. അതാണ് ഓപ്പറേറ്റർമാർ. ശരി. ഇവയെല്ലാം ചേർന്ന ഒരു വലിയ സാധ്യതകളുടെ ഒരു നെറ്റ്വർക്ക്, അതാണ് പ്രോബ്ലം സ്പേസ്. ഇതാ പ്രശ്നത്തിന്റെ ഒരു അമൂർത്തമായ റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ ഒരു മോഡലാണ്. നമ്മൾ ചെയ്യുന്നത് ഈ പ്രോബ്ലം സ്പേസ് എന്ന മോഡലിലൂടെ ശരിയായ വഴി കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. ഒരു ഉദാഹരണം പറയാമോ? ഒരു ചെസ് കളി പോലെയാണോ? അത് തന്നെ. വളരെ നല്ല ഉദാഹരണമാണ്. ചെസ് ബോർഡിൽ കരുക്കൾ നിരത്തിവെച്ച അവസ്ഥയാണ് ഇനീഷ്യൽ സ്റ്റേറ്റ്. ചെക്ക്മേറ്റ് ആണ് ഗോൾ സ്റ്റേറ്റ്. ഓരോ നീക്കവും ഒരു ഓപ്പറേറ്ററാണ്. അത് നിങ്ങളെ പുതിയൊരു ബോർഡ് അവസ്ഥയിലേക്ക്, അതായത് ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകുന്നു. സാധ്യമായ എല്ലാ നീക്കങ്ങളും അവസ്ഥകളും ചേർന്നതാണ് ആ കളിയുടെ പ്രോബ്ലം സ്പേസ് അല്ലെങ്കിൽ ആ കളിയുടെ മോഡൽ. കൊള്ളാം. അപ്പോ ഈ വലിയ പ്രോബ്ലം സ്പേസിലൂടെ ഏറ്റവും നല്ല വഴി കണ്ടെത്താൻ നമ്മൾ എപ്പോഴും എല്ലാ സാധ്യതകളും നോക്കുവോ? അതോ വല്ല കുറുക്കുവഴികളും ഉപയോഗിക്കുവോ? ഹ്യൂറിസ്റ്റിക്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതെ, അതാണ് അടുത്ത പോയിന്റ്.
എല്ലാ വഴികളും പരിശോധിച്ച് ഏറ്റവും നല്ലത് കണ്ടെത്തുക, അതായത് അൽഗോരിതം ഉപയോഗിക്കുക എന്നത്. മിക്ക പ്രശ്നങ്ങളിലും, പ്രത്യേകിച്ച് സങ്കീർണമായവയിൽ, അത് പ്രായോഗികമല്ല. ഒരുപാട് സമയമെടുക്കും. ശരിയാണ്. അപ്പോഴാണ് നമ്മൾ ഹ്യൂറിസ്റ്റിക്സ് ഉപയോഗിക്കുന്നത്. ഇവ ചില മാനസിക കുറുക്കുവഴികളാണ്. എല്ലായ്പ്പോഴും 100% ശരിയായ ഉത്തരം തന്നില്ലെങ്കിലും മിക്കവാറും ശരിയായ അല്ലെങ്കിൽ ഒരുവിധം നല്ല ഉത്തരത്തിലേക്ക് വേഗത്തിലെത്താൻ സഹായിക്കുന്ന തന്ത്രങ്ങൾ. നമ്മുടെ ഓർമ്മശക്തിക്കും ശ്രദ്ധയ്ക്കുമൊക്കെ പരിമിതികളുണ്ടല്ലോ, കോഗ്നിറ്റീവ് ലിമിറ്റേഷൻസ്. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും ഈ ഹ്യൂറിസ്റ്റിക്സിനെ ആശ്രയിക്കും. ന്യൂവെല്ലും സൈമനുമൊക്കെ ഉണ്ടാക്കിയ ആ ജനറൽ പ്രോബ്ലം സോൾവർ GPS, അതൊരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ആയിരുന്നില്ലേ? അതും ഈ ആശയത്തിൽ അടിസ്ഥാനപ്പെടുത്തിയതാണോ? അതെ. GPS എന്നത് ഈ പ്രോബ്ലം സ്പേസ് ഓപ്പറേറ്റർമാർ, ഹ്യൂറിസ്റ്റിക്സ് തുടങ്ങിയ ആശയങ്ങൾ ഉപയോഗിച്ച് മനുഷ്യന്റെ പ്രശ്നപരിഹാര രീതിയെ കമ്പ്യൂട്ടറിൽ അനുകരിക്കാൻ ശ്രമിച്ച ഒരു ആദ്യകാല മോഡലാണ്. അതും ഒരു തരം കമ്പ്യൂട്ടേഷണൽ മോഡൽ തന്നെ. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കേൾക്കുമ്പോൾ ഗസ്റ്റാൾട്ട് പറഞ്ഞ പെട്ടെന്നുള്ള ഉൾക്കാഴ്ചയും ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് പറയുന്ന ഈ പ്രോബ്ലം സ്പേസ് എന്ന മോഡലിലൂടെയുള്ള ഘട്ടം ഘട്ടമായുള്ള യാത്രയും രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ടല്ലോ. ഉണ്ട്. ഈ രണ്ട് വ്യത്യസ്ത സമീപനങ്ങളും നമ്മൾ പ്രശ്നങ്ങളെ എങ്ങനെ നേരിടുന്നു എന്നതിനെക്കുറിച്ച് എന്താണ് ശരിക്കും പറഞ്ഞു തരുന്നത്? രണ്ടും പ്രധാനമാണ്. രണ്ടും വ്യത്യസ്തതരം പ്രശ്നങ്ങളെയും പ്രശ്നപരിഹാരത്തിന്റെ വ്യത്യസ്ത വശങ്ങളെയും മനസ്സിലാക്കാൻ സഹായിക്കും. ഗെസ്റ്റാൾട്ട് സമീപനം പറയുന്നത് പ്രശ്നത്തെ നമ്മൾ എങ്ങനെ കാണുന്നു, അതിലെങ്ങനെ ഒരു പുതിയ കാഴ്ചപ്പാടുണ്ടാകുന്നു എന്നതിനെക്കുറിച്ചാണ്. ചിലപ്പോൾ പ്രശ്നത്തിന്റെ ഘടന മാറ്റി ചിന്തിക്കുമ്പോൾ ഉത്തരം പെട്ടെന്ന് കിട്ടും. ക്രിയാത്മകമായ പ്രശ്നപരിഹാരത്തിലൊക്കെ ഇത് പ്രധാനമാകുമല്ലേ? തീർച്ചയായും. അതേസമയം ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് സമീപനം കൂടുതൽ ഒരു ചിട്ടയായ, പടിപടിയായുള്ള പ്രശ്നപരിഹാരത്തെയാണ് മോഡൽ ചെയ്യുന്നത്. ഒരു ലക്ഷ്യം മുന്നിൽ കണ്ട് അതിലേക്കെത്താൻ വേണ്ട വഴികൾ തേടുക, തന്ത്രങ്ങൾ ഉപയോഗിക്കുക, നമ്മുടെ ചിന്തയുടെ പരിമിതികളെ മനസ്സിലാക്കുക, ഇതിനൊക്കെയാണ് അവിടെ പ്രാധാന്യം. ഒരു കണക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു അസൈൻമെന്റ് പ്ലാൻ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഒരുപക്ഷെ ഈ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് രീതിയായിരിക്കും കൂടുതൽ ഉപയോഗിക്കുന്നത്. നോവലിന്റെ കാഴ്ചപ്പാടിൽ നമ്മുടെ അറിവ് എന്നു പറയുന്നത് തന്നെ ഈ പ്രോബ്ലം സ്പേസ് മോഡലിലൂടെ ലക്ഷ്യത്തിലെത്താൻ സഹായിക്കുന്ന ഒരു ടൂളാണ്. അപ്പോ ഇന്ന് നമ്മൾ പ്രധാനമായും രണ്ട് സമീപനങ്ങൾ നോക്കി. ഒന്ന്, പ്രശ്നത്തിന്റെ ഘടന മാറ്റിമറിച്ച് കിട്ടുന്ന ഉൾക്കാഴ്ചയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഗസ്റ്റാൾട്ട് രീതി. രണ്ട്, പ്രശ്നത്തെ ഒരു മോഡലായി കണ്ട് ഘട്ടം ഘട്ടമായി വിവരങ്ങൾ കൈകാര്യം ചെയ്ത് പരിഹാരം തേടുന്ന ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് രീതി. ഈ സിദ്ധാന്തങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നത് ഒരുപക്ഷേ നിങ്ങളുടെ പഠനത്തിൽ മാത്രമല്ല, നമ്മൾ ദൈനംദിന ജീവിതത്തിൽ പ്രശ്നങ്ങളെ സമീപിക്കുന്ന രീതിയെക്കുറിച്ച് ചിന്തിക്കാനും ഉപകാരപ്പെടുമെന്ന് തോന്നുന്നു. നിങ്ങൾ ഒരു പുതിയ പ്രശ്നം നേരിടുമ്പോൾ അതിനെ സമീപിക്കുന്ന രീതിയെ എന്തെങ്കിലും തരത്തിൽ മാറ്റുമോ? അല്ലെങ്കിൽ മറ്റൊരാൾ ഒരു പ്രശ്നത്തിൽ പെട്ടുഴറുന്നത് കാണുമ്പോൾ അയാളുടെ ചിന്താപ്രക്രിയയെ അയാൾ ഏതു മോഡലായിരിക്കാം ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ഒരുപക്ഷെ ഇത് സഹായിക്കുമോ? വെറുതെ ഒന്ന് ആലോചിച്ചു നോക്കൂ.